അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഖത്മുൽ ഖുർആനിന്റെ വായന പഠനം 73-ാം അധ്യായം സൂറ അൽ മുസമ്മിൽ 15-16 വചനങ്ങൾ പാരായണം പരിശീലനത്തിന് വേണ്ടി എടുക്കാം. 16-ാമത്തെ വചനത്തിൽ സാധാരണ പല ആളുകൾക്കും ഒരബദ്ധം വന്നുപെടാറുണ്ട്. അതുകൊണ്ടാണ് ആ വചനം ചേർത്തുകൊണ്ട് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 15-ാമത്തെ വചനം നോക്കൂ. ഒന്നാമത് തന്നെ നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്. മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്ന് നമ്മുടെ ഖത്മുൽ ഖുർആനിലെ പഴയ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യമായി കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആവർത്തനമാവട്ടെ എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്തുക. നൂന്, മീമ് എന്നീ അക്ഷരങ്ങൾക്ക് ശബ്ദം വരുമ്പോൾ സ്വാഭാവികമായും മണിക്കണം. സാധാരണ ശബ്ദ കൊടുക്കുന്ന മറ്റക്ഷരങ്ങളെ പോലെ നോർമലി ശബ്ദ കൊടുത്താൽ മാത്രം പോരാ, ഒന്ന ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ഇവിടെ ഇന്ന എന്ന് വായിക്കണം. ഇന്ന എന്ന് പറഞ്ഞു പോവാതെ ഇന്ന എന്ന് പറയണം, മണിക്കുക, ഉന്ന ചെയ്യുക. അതോടൊപ്പം ഇവിടെ ആ അലിഫിന് മുകളിൽ ഒരു അലാമത്ത് കാണാം. ദീർഘം അല്പം അധികമായി വേണം എന്ന് സൂചിപ്പിക്കാനാണ്. കാരണം തൊട്ട് ശേഷം അടുത്ത പദത്തില് ഫസ്റ്റ് അക്ഷരം വരുന്നത് ഹംസയാണ്. അർസൽ നീട്ടുകയും ചെയ്യും. ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമത്തെ കാര്യം അതേപോലെ തന്നെ കമാ അർസൽന വരുന്നുണ്ട്, അർസൽന ഇല വരുന്നുണ്ട്, അതിനോട് ചേർത്ത് വെക്കുക. അടുത്ത രണ്ടാമത്തെ വിഷയം അവിടെ ഫിർഔൻ എന്ന് കാണാം. ഫിർഔൻ അത് റാഇന് സുക്കൂൻ, തൊട്ടു മുമ്പുള്ള അക്ഷരം കസ്ർ. അങ്ങനെ വരുന്ന റാഇനെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കും. റാ എന്ന ശബ്ദത്തിൽ നിന്ന് മാറി നമ്മൾ മലയാളത്തിലൊക്കെ രി എന്നൊക്കെ പറയണ, അരി എന്നൊക്കെ പറയണത് പോലെ ആ രായുടെ ശബ്ദത്തിലേക്ക്, ഏതാണ്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന രാ ശബ്ദത്തിലേക്ക് ഫിർഔന എന്ന് പറയാതെ ഫിർഔന എന്ന് പറയാം. ഫിർഔന. പല സന്ദർഭങ്ങളും ഉണ്ട് റാ അങ്ങനെ നൈസായി പോകുന്ന, ലൈറ്റായി ഉച്ചരിക്കേണ്ട. തർത്തീഖുർ റാ എന്നാണ് അതിന് പറയാം. തജ്വീദ് പാഠം നൽകുക തർത്തീഖ് എന്ന്. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഈ ആയത്തിൽ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വചനത്തിൽ അവിടെ എത്തുമ്പോൾ പറയാം, കേട്ടോ. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഓക്കെ, ഈ ആയത്ത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു ശ്വാസത്തിൽ ഓതി തീർക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മൾക്ക് അലൈക്കും വരെ പാരായണം ചെയ്ത് നോക്കാം അല്ലെ. വീണ്ടും അലൈക്കും മുതൽ നമുക്ക് പാരായണം ചെയ്യാം. കൂടെ ഓതിക്കോളൂ. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും عليكم كما أرسلنا إلى فرعون رسولا. രണ്ട് കാര്യം, ഇന്ന പിന്നെ ആ അലിഫ് ദീർഘം കൊടുക്കുക. ഇന്ന എന്നിടത്ത് ദീർഘമുണ്ട്, അതേപോലെ കമാ എന്നിടത്തുണ്ട്, അർസൽനാ ഇലൈക്കുന്നുണ്ട്, അർസൽനാ ഇലായുണ്ട്. രണ്ടാമത്തത് ഫിർഔന. ഇനി അടുത്ത ആയത്ത് നോക്കൂ.
ഫഅസാ ഫിർഔനുർ റസൂല. അധികം ആളുകളും ഫഅസാ ഫിർഔനർ റസൂലു എന്നോ ഫഅസാ ഫിർഔനർ റസൂല എന്നോ ഒക്കെ അർത്ഥം മാറിപ്പോവാനിടയുള്ള വിധത്തിൽ പാരായണം ചെയ്യാറില്ല. ഇവിടെ ഫിർഔൻ റസൂലായ മൂസ നബിയെ അനുസരണക്കേട് കാണിച്ചു, ധിക്കരിച്ചു എന്നാണ്. അങ്ങനെ അർത്ഥം വരുന്നത് ഫിർഔനു എന്ന് നൂനുകൾ ദമ്മ കൊടുത്തതുകൊണ്ടാണ്. പക്ഷെ ഫഅസാ ഫിർഔന എന്നായാലോ ഫിർഔനോട് അനുസരണക്കേട് കാണിച്ചു, ഫിർഔനിനെ ധിക്കരിച്ചു എന്നാവും. റസൂലു എന്നാ ഓതിയതെങ്കിൽ റസൂൽ ഫിർഔനെ ധിക്കരിച്ചു എന്നാവും. അർത്ഥം നേരെ മാറി. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഫഅസാ ഫിർഔനുർ റസൂല ഓതി നോക്കണേ. ഫഅസാ ഫിർഔനുർ റസൂല. فأخذناه أخذا وبيلا. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അഖദ്നാഹു അഖ്ദൻ എന്ന് വേണ്ട, അഖദ് എന്ന് പറയാതെ അഖദ്ന അഖദ്ന ഫഅഖദ്നാഹു അഖ്ദൻ മതി. അഖ്ദൻ വേണ്ട, അഖ്ദൻ വബീലാ. ഓക്കേ, കൂടെ വായിക്കും. ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീലാ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അർത്ഥം 1 മുതൽ 20 വരെയുള്ള ആയത്തുകളും മുഴുവനായും ആശയതലത്തിൽ വായിച്ചു നോക്കുക നന്നായി. എന്നിട്ട് പരമാവധി ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ നിഷ്ഠയുള്ളവരാകുവാൻ ശ്രമിക്കുക. അല്ലാഹു അതിന് നമ്മെ എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന വിജയികളായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഏതാണ്ട് ഇതേ നാമം അഥവാ മുസമ്മിൽ എന്ന അതേ അർത്ഥത്തിൽ തന്നെ വരുന്ന മുദ്ദസ്സിർ എന്ന അധ്യായത്തിലേക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.